നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ചില സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്താണ് ഗ്രാഫിക് ഡിസൈനിങ്? ടെക്സ്റ്റുകളും ഇമേജുകളും നല്ല ആശയങ്ങളും കൂടി ചേരുന്ന ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ കലയാണ് ഗ്രാഫിക്കൽ ഡിസൈനിങ്. പത്രങ്ങൾ, ബ്രോഷേഴ്സ്, നോട്ടീസ്, മാഗസിൻ, ബോർഡുകൾ, വെബ്സൈറ്റുകൾ എന്നിങ്ങനെ പലതരം ഡിസൈനിങ് വർക്കുകളാണ് ഗ്രാഫിക് ഡിസൈനർ ചെയ്യുന്നത്. ഇതിലൂടെ ഒരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു പ്രൊജക്ടിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ ഉള്ള ഇൻഫർമേഷൻ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ ഡിസൈനറിന് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇനി ആർക്കൊക്കെ ഗ്രാഫിക്കൽ ഡിസൈനിങ് പഠിക്കാം? ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ല. ഇതിന് വേണ്ടത് കുറച്ച് കമ്പ്യൂട്ടർ സ്കില്ലും കുറച്ച് ക്രിയേറ്റിവിറ്റിയും പിന്നെ പഠിച്ചെടുക്കാനുള്ള ഇൻട്രസ്റ്റുമാണ്. ഗ്രാഫിക് ഡിസൈനിങ് തിരഞ്ഞെടുക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രാഫിക് ഡിസൈനിങ് ക്രിയേറ്റീവ് വർക്കുകൾ ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സ്കില്ല് ഡെവലപ്പ് ചെയ്യൽ അത്യാവശ്യമാണ്. വ്യത്യസ്ത തരം ഫോണ്ടുകൾ, ഗ്രാഫിക്സുകൾ, ലേഔട്ടുകൾ എന്നിവ ഉപയോഗിക്കാൻ പഠിക്കാം. ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ജോലി സാധ്യതയുള്ള മേഖലകളിൽ ഒന്നാണ് ഗ്രാഫിക്കൽ ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ്. ഏറ്റവും പ്രധാനമായി ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് രംഗത്ത് ഏറ്റവും അത്യാവശ്യ ഘടകമാണ് ഗ്രാഫിക്കൽ ഡിസൈനിങ്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയാസ് വഴി നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ ആനിമേഷൻസ്, അഡ്വർടൈസ്മെന്റ്സ്, അതർ വീഡിയോസ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഗ്രാഫിക്കൽ ഡിസൈനറാണ്. അതുപോലെ ബിസിനസ് സംരംഭങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ കമ്പനികളിലും ഒരു ഗ്രാഫിക്കൽ ഡിസൈനർ അത്യാവശ്യമാണ്. കമ്പനികളുടെ ബ്രോഷേഴ്സ്, പാംപ്ലെറ്റ്സ്, ലീഫ്ലെറ്റ്സ്, ബിസിനസ് കാർഡ്സ്, ലോഗോസ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഗ്രാഫിക്കൽ ഡിസൈനർ ആയിരിക്കും. അതേപോലെ അഡ്വർടൈസ്മെന്റ് രംഗത്ത് നോക്കുകയാണെങ്കിൽ ഗ്രാഫിക്കൽ ഡിസൈനർ ഇല്ലാതെ ഈ ഒരു മേഖലയ്ക്ക് നിലനിൽപ്പില്ല എന്ന് തന്നെ പറയാം. ഇതുകൂടാതെ ഷോർട്ട് ഫിലിം, പത്രങ്ങൾ തുടങ്ങി അനന്ത സാധ്യതകളാണ് ഗ്രാഫിക്കൽ ഡിസൈനറിന് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ജോലി കണ്ടെത്തുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ സാധിക്കും. അത് ഓഫ്ലൈൻ ജോബ് ആയാലും ഓൺലൈൻ ജോബ് ആയാലും വർക്ക് ഫ്രം ഹോം ആയാലും ഒരുപാട് സാധ്യതകളാണ് ഗ്രാഫിക്കൽ ഡിസൈനറിന് കാത്തിരിക്കുന്നത്. ഇനി ഗ്രാഫിക് ഡിസൈനിങ് സോഫ്റ്റ്വെയർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഗ്രാഫിക്സ് ആണുള്ളത്, റാസ്റ്റർ ഗ്രാഫിക്സും വെക്ടർ ഗ്രാഫിക്സും. എഡോബ് ഫോട്ടോഷോപ്പ് എന്നാൽ റാസ്റ്റർ ഗ്രാഫിക്സ് ആണ്, അതായത് പിക്സൽ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ് എഡോബ് ഫോട്ടോഷോപ്പ്. എഡോബ് ഇല്ലുസ്ട്രേറ്റർ ഒരു വെക്ടർ സോഫ്റ്റ്വെയർ ആണ്, അതായത് അതിൽ ചെയ്യുന്ന വർക്കുകൾ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഫോട്ടോഷോപ്പിന്റെ യൂസസ് പറയുകയാണെങ്കിൽ മെയിൻലി എഡോബ് ഫോട്ടോഷോപ്പ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഫോട്ടോ മാനിപ്പുലേഷൻ, പ്രൊജക്ട് ലേഔട്ട്, വെബ്സൈറ്റ് ഡിസൈനിങ് ഇതിനെല്ലാം നമ്മൾ എഡോബ് ഫോട്ടോഷോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. എഡോബ് ഇല്ലുസ്ട്രേറ്ററിന്റെ യൂസസ് ലോഗോ ക്രിയേഷൻ, ഇല്ലുസ്ട്രേഷൻസ്, പോസ്റ്റേഴ്സ്, എൻവലപ്സ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എഡോബ് ഇല്ലുസ്ട്രേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. എഡോബ് ഇൻഡിസൈൻ എന്ന് പറയുന്നത് ഒരു പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ ആണ്, അതായത് മാഗസിൻ, ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ്, ബുക്ക്ലെറ്റ്സ് ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ എഡോബ് ഇൻഡിസൈനിൽ ചെയ്യുന്ന വർക്കുകളാണ്. എഡോബ് പ്രീമിയർ പ്രോ ഒരു അഡ്വാൻസ്ഡ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. വളരെ ഈസി ആയിട്ട് വളരെ നല്ല രീതിയിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് എഡോബ് പ്രീമിയർ പ്രോ. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനറിന് എന്തൊക്കെ ജോലികളാണ് കിട്ടുന്നതെന്ന് നോക്കാം. മൾട്ടിമീഡിയ ഡിസൈനർ, വെബ് ഡിസൈനർ, ക്രിയേറ്റീവ് ആർട്ട് ഡയറക്ടർ, ഫോട്ടോ എഡിറ്റർ, ലേഔട്ട് ആർട്ടിസ്റ്റ്, വീഡിയോ എഡിറ്റർ, UI or UX ഡിസൈനർ, ലോഗോ ഡിസൈനർ, ബ്രാൻഡ് ഐഡന്റിറ്റി ഡിസൈനർ, പ്രൊഡക്റ്റ് ഡിസൈനർ, ഫോട്ടോഷോപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി ജോലി സാധ്യതകളാണ് ഗ്രാഫിക് ഡിസൈനേഴ്സിന് കിട്ടുന്നത്. ഒരു ഗ്രാഫിക്കൽ ഡിസൈനറിന് എന്ത് സാലറി കിട്ടും? ഒറ്റയടിക്ക് ഉത്തരം മുട്ടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഗ്രാഫിക്കൽ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവായ വർക്കുകൾ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സാലറി സ്കെയിൽ ആയിരിക്കില്ല. ഇത് ഓരോ ഡിസൈനറിന്റെയും ക്രിയേറ്റിവിറ്റിയും ഹാർഡ് വർക്കും അവരുടെ എഫിഷ്യൻസിയും അവരുടെ വർക്കിനെയും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടും. ഇനി ഒരു ആവറേജ് ലെവൽ സാലറി പറയുകയാണെങ്കിൽ ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം 10 to 25,000 റുപ്പീസ് വരെയാണ് സ്റ്റാർട്ടിംഗ് പാക്കേജ് വരുന്നത്. ബട്ട് നിങ്ങൾ നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ആണ് ഡെഫിനറ്റ്ലി നിങ്ങൾ പറയുന്ന പേയ്മെന്റിൽ നിങ്ങൾ ഹയർ ചെയ്യാനും കമ്പനീസ് റെഡി ആയിരിക്കും. ഇനി ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ജോലി കിട്ടുന്നത്? ബേസിക്കലി കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും പലതരം കമ്പനികളിലും ഗ്രാഫിക് ഡിസൈനേഴ്സിന് വേക്കൻസീസ് ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ നമുക്ക് ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് വെളിയിലാണെങ്കിലും എബ്രോഡൊക്കെ ജോബ് നോക്കുകയാണെങ്കിൽ ഹൈലി സ്കോപ്പ് വരുന്ന ഫീൽഡാണ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ്. ഇത്രയും അവസരങ്ങൾ വരുന്ന ഗ്രാഫിക്കൽ ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും അഡ്മിഷന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹാവ് എ നൈസ് കരിയർ.